ഡാർക്ക് ലവ്. രചന വൈദേഹി. അവതരണ സിദ്ധി. ഉറക്കമുണർന്നതും സ്വപ്നത്തിൽ കണ്ടവനെ തന്നെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് അവൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. ഹോട്ടൽ റൂമിലാണെന്നും ഞങ്ങൾ രണ്ടുപേർ ഇന്നലെ ഒപ്പമായിരുന്നുവെന്നും എല്ലാം ഒരിത്തിരി നേരത്തിന് ശേഷമാണ് മനസ്സിലായത് തന്നെ. പക്ഷേ അതിനുശേഷം അവനെ കാണുമ്പോൾ മിഴവിൽ നേരത്തെ കണ്ട സ്വപ്നങ്ങൾ തെളിഞ്ഞു. അതിനൊപ്പം ആകെ ഒരു പരിഭ്രവും അവളെ പൊതിഞ്ഞു. അവനിതെല്ലാം അറിഞ്ഞോ എന്ന് സംശയവും. സ്വപ്നം. വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിൽ സോഫയിൽ ഇരിക്കുകയാണ് നവോദയ. അവിടേക്ക് കഴുത്തിൽ കെട്ടിയ ടൈ ലൂസാക്കിക്കൊണ്ട് നടന്നു വരുന്ന അശ്വത്. അവനെ കണ്ടതും നവോദയ ഒരു ചിരിയോടെ ഇരുന്നിടത്ത് എണീറ്റു. എന്തോ പറയാനായി വന്നതും അതും പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ അവൻ അവളെ ആ സോഫയിൽ തള്ളിയിട്ടിരുന്നു. അവൾക്ക് അവിടെ നിന്ന് പൊങ്ങാൻ സാധിക്കുന്നതിന് മുൻപേ അവനും അവളിലേക്ക് വന്നു. എന്തോ പറയാൻ ശ്രമിച്ചവളെ ഒരു കൈയിൽ ചൂണ്ടുവിരൽ കൊണ്ട് നിശബ്ദമാക്കി അവൻ മറുകൈ കൊണ്ട് അവളുടെ രണ്ട് കൈകളും തലയ്ക്ക് മുകളിലേക്കാക്കി ഉയർത്തി വെച്ചു. ആ കൈകൾ കൊണ്ട് തന്നെ അനങ്ങാനാവാത്ത വിധം അമർത്തി പിടിച്ചു അവളെ. ഒപ്പം തന്നെ കഴുത്തിലേക്ക് ചുണ്ടുകൾ അമർത്തി ഒന്ന് പൊള്ളിപ്പിഴഞ്ഞുകൊണ്ട് അവൾ കുതിറിമാറാൻ ഒരു ശ്രമം നടത്തി. എങ്കിലും അവൻ ഇടുപ്പിൽ കൈകൊണ്ട് അനങ്ങാനാവാത്ത വിധം ഒന്നുകൂടി അമർത്തി. ആശി, വേണ്ട പ്ലീസ്. ഒരു വശ്യമായ ഭാവത്തോടെ അവന്റെ കണ്ണുകൾ കഴുത്തിൽ നിന്ന് താഴേക്ക് മാറുന്നത് അറിയവേ അവൾ പറഞ്ഞു. അവന്റെ നോട്ടം അവളെ താഴ്ത്തുന്നുണ്ട്. ഒപ്പം അവനിനി ചെയ്യാൻ പോകുന്ന കാര്യം ആലോചിച്ചതും അവന്റെ മുഖം കഴുത്തിൽ നിന്നും താഴേക്ക് ഊർന്നിറങ്ങി. അവിടെ പതിഞ്ഞതും ആശി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവളിൽ നിന്നും ഒരു സൽക്കാര ശബ്ദം കൂടി പുറത്തേക്ക് വന്നു. അവിടെ അവന്റെ മുഖവും ചുണ്ടുകളും ഇഴയാൻ തുടങ്ങിയതും അവൾ തളർന്നു കിടന്നുപോയി. തനിക്ക് വെള്ളമെടുത്ത് തന്നുകൊണ്ട് മീറ്റിംഗ് സമയവും പറഞ്ഞടന്നു പോയവനെ കാണെ അവൻ ഒന്നും അറിഞ്ഞു കാണില്ല എന്ന നിഗമനത്തിൽ അവൾ ഇരുന്നു. അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നം അവൻ എങ്ങനെ അറിയാനാണ്? ബുദ്ധൂസ്. അതും പറഞ്ഞുകൊണ്ട് തലക്കിട്ട് ഒരു അടിയും കൊടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിൽ കടന്ന് വേഗം ഫ്രഷായി ഇറങ്ങി. പിന്നീട് അതിനെക്കുറിച്ച് അവനൊന്നും പറയുകയും ചെയ്തില്ല. ഒപ്പം പെരുമാറ്റത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലെന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നതിനാൽ തന്നെ അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു നിഗമനത്തിൽ തന്നെ അവൾ എത്തിച്ചേർന്നു. അന്നത്തെ ദിവസം ഫുൾ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനാൽ തന്നെ അവനും അവന്റെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നു. ഞാനും ആകെ തിരക്കിലായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് പിന്നെ റൂമിൽ എത്തിയത് തന്നെ. അപ്പോഴേക്കും മറ്റൊരു റൂം കൂടി അറേഞ്ച് ചെയ്തിരുന്നു ഹോട്ടലുകാർ. അതുകൊണ്ട് തന്നെ ഞാൻ ആ റൂമിലേക്ക് മാറി. പിന്നീടുള്ള ദിവസത്തിലും എല്ലാ മീറ്റിംഗ് തന്നെ ആയിരുന്നു. തിരിച്ചു പോകുന്നതിന് ദിവസം ഒരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും പോകാനും അവിടെ പോയി പോസ്റ്റ് ആകാനും വയ്യാത്തത് കൊണ്ട് തന്നെ അശ്വത് നിർബന്ധിച്ചിട്ടും അവളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ ആയിരുന്നു അവർ തിരിച്ചു വന്നത്. അവളെ അപ്പാർട്ട്മെന്റിലാക്കിക്കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പോയത് തന്നെ. കഴിഞ്ഞുപോയ ഈ ദിവസങ്ങൾക്കിടയിൽ അശ്വത്തിനോടുള്ള പേടി എല്ലാം നവോദയയിൽ നിന്നും പോയിരുന്നു. അത്ര നല്ല ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ലെങ്കിലും എന്തോ അവന്റെ കൂടെ താൻ ഹാപ്പിയാണെന്ന ഫീൽ അവൾക്കും അവളുടെ കൂടെ ഹാപ്പിയാണെന്ന ഫീൽ അവനും വന്നിരുന്നു. പിറ്റേ ദിവസം യാത്രാക്ഷീണം അകറ്റാൻ ലീവ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ അലാറം വെക്കാതെ നേരെ ബെഡിൽ വീണു അവൾ. രാവിലെ നിർത്താതെയുള്ള ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് തന്നെ. ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഈർഷ്യയോടെ ഫോൺ എടുത്തതും അതിൽ തെളിഞ്ഞ പേര് കണ്ട് ഒരേ സമയം അതിശയം ഒത്തിരി സന്തോഷം നിറഞ്ഞ അവൾ ഫോൺ എടുത്തതും വാതിൽ തുറക്ക് എന്ന് പറഞ്ഞതും ഫോൺ താഴെയിട്ടുകൊണ്ട് ഓടിപ്പോയി ഡോർ തുറന്നു നോക്കിയവൾ ഒരു വലിയ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ബൊക്കയും പിടിച്ച് ഡാർക്ക് ബ്രൗൺ ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ട് വാതിൽ ചാരി ഒരു ചിരിയോടെ നിൽക്കുന്ന ത്രിവിത് അവൾ മിഴിഞ്ഞ കണ്ണുകളോട് നോക്കിയവനെ. ഗുഡ് മോർണിംഗ് ഡോൾ, അവനത് പറഞ്ഞു. ആ ബൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തു. ഒപ്പം കയ്യിലുണ്ടായിരുന്ന ബ്രൗൺ ഷോപ്പർ ബാഗ് കൂടി അവൾക്ക് കൊടുത്തു അവൻ. വേഗം റെഡിയായി വാ, ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ആ ഷോപ്പർ ബാഗ് കണ്ട് അതിശയത്തോടെ കവറിലേക്ക് അവനിലേക്ക് കണ്ണുകൾ പായിക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. നവോദയ വേഗം കുളിച്ചൊരുങ്ങി ആ കവറിലെ ഡ്രസ്സ് എടുത്തു നോക്കി. ബ്രൗണിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു സിമ്പിൾ ഫ്രോക്കായിരുന്നു ആ കവറിലുണ്ടായിരുന്നത്. ഒപ്പം അതിൽ വേണ്ട ആക്സസറീസും. അത് കണ്ടതിൽ അവളുടെ കണ്ണിൽ നിറഞ്ഞിരുന്ന തിളക്കം വിളിച്ചോന്നുണ്ടായിരുന്നു. ആ കവറിലുള്ളതെല്ലാം അവൾക്ക് എത്രയോ ഇഷ്ടമായെന്ന്. വേഗം അതെല്ലാം എടുത്ത് ഒരുങ്ങി വന്നു. പക്ഷെ എത്ര ഒരുങ്ങി നോക്കിയിട്ടും ആ ചുരിദാറും ധാവണിയിൽ ഇടുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയൊന്നും ഈ മോഡൽ വസ്ത്രങ്ങൾ തരാനാവുന്നില്ല എന്നവൾ ഓർത്തു. അവന്റെ മുന്നിലേക്ക് എത്തിയതും ത്രിവിധിന്റെ കണ്ണുകൾ വിടർന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതവളെ അശ്വതിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. തന്നെ ആ ചുരിദാറിൽ കണ്ടപ്പോൾ, അത് കഴിഞ്ഞ് ആ ധാവണിയിൽ കണ്ടപ്പോഴും
ഇതേപോലെ തന്നെ അല്ലേ അവന്റെ കണ്ണുകൾ വിടർന്നത്? ആ ഓർമ്മ തന്നെ അവൾ ഒരു പുഞ്ചിരി നിറച്ചു. പക്ഷേ ഒരിക്കൽ പോലും മറ്റൊരു മോഡേൺ ഡ്രസ്സിൽ അവന്റെ ശ്രദ്ധ താൻ പിടിച്ചു പറ്റില്ല എന്നതും അവൾ ഓർത്തു. എന്തിനാണ് താൻ അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? പ്ലീസ് സ്റ്റോപ്പ് നവോദയ, ഈസ് യുവർ ബോസ്, നത്തിങ് എൽസ്. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ത്രിവിധിനെ മനസ്സിൽ ആശങ്കകൾ മാറ്റിവെച്ചുകൊണ്ട് നോക്കി ചിരിച്ചു. എന്നാൽ നമുക്ക് പോകാം, ഇപ്പോൾ തന്നെ ലേറ്റായി. എങ്ങോട്ടാണ് പോകുന്ന എന്നവൾ ചോദിച്ചില്ലെങ്കിലും സർപ്രൈസ് എന്ന ഒരൊറ്റ വാക്കിൽ അവൻ എല്ലാം ഒളിപ്പിച്ച പോലെ തോന്നി അവൾക്ക്. വലിയൊരു റെസ്റ്റോറന്റിൽ മുന്നിൽ കാർ നിർത്തി അവൻ ഇറങ്ങിയിരുന്നു. ഒപ്പം അവളെ കൂടെ കൂട്ടി ഒരു അനുവാദത്തോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുൻപ് റിസർച്ച് ചെയ്തു വെച്ച ഭാഗത്തേക്ക് കടന്നു. അവിടെ അവരെ കാത്തിരുന്ന പോലെ ഇരിക്കുന്നവർ മൊത്തം അവൾക്ക് തീർത്തും അപരിചിതരായിരുന്നു. എങ്കിലും അവന്റെ നോട്ടത്തിലും ഭാവത്തിലും എന്ത് സംസാരത്തിൽ പോലും അവരെല്ലാം അവൻ അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് വിളിച്ചോതിയിരുന്നു. എന്തിനാണ് തന്നെ ഇവർക്കിടയിൽ കൊണ്ടുവന്ന എന്ന സംശയം അവൾക്ക് വന്നുവെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവൾ അവരുടെ കൂടെ നിന്നു. ഗായ്സ്, ദിസ് ഈസ് മൈ നവോദയ. അവന്റെ ആ നന്നായി നവോദയ എന്നതിൽ മാത്രം കുടുങ്ങിയിരുന്നു. ദീസ് ഗായ്സ് ആർ മൈ ക്ലോസ് ബഡീസ്. ഇത് വൈഗ, ഇത് ആഷിഖ്, ഇത് ജോയൽ, ഇത് മിക്ക, ഇത് മിൻഹാജ്. അവൻ ഓരോരുത്തരെ ചൂണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ പരിചയപ്പെടുന്നതിനൊപ്പം അവർ ഓരോരുത്തരും അവൾക്കൊരു ഹാൻഡ് ഷേക്ക് കൂടി കൊടുത്തുകൊണ്ടിരുന്നു. അവളും പുഞ്ചിരിയോടെ നിന്നു. പെട്ടെന്ന് അവിടുത്തെ ഒരു അറ്റൻഡന്റ് ഒരു കേക്കായി വന്നതും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കൾ ആരവങ്ങളും അവിടെ മുഴങ്ങിയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ വിധു. അവരത് പാടി തീർത്തതും അവന്റെ ചിരി ഉയർന്നു കേൾക്കാമായിരുന്നു. ഒപ്പം തന്നിൽ ഒരു നെട്ടലും അതിനോടൊപ്പം ഒരു നിരാശയും. സ്വന്തം പിറന്നാൾ ആയിട്ടുകൂടി തനിക്കാണ് അവൻ ഗിഫ്റ്റ് തന്നത്, തനിക്കാണ് അവൻ സർപ്രൈസ് ഒരുക്കിയത്. ഹി ഈസ് സോ 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 സ്പെഷ്യൽ എന്നുള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ഹാപ്പി ബർത്ത്ഡേ വിധുവേട്ട. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കവൾ ഒന്ന് തട്ടി. കേക്ക് കട്ടിങ് കഴിഞ്ഞതും പെട്ടെന്നാണ് അവിടെ ഒരു റൊമാൻറ്റിക് പാട്ട് ഉണർന്നത്. സോങ് ആയിരുന്നു അത്. അത് കേട്ടതും കേട്ട ഭാഗത്തേക്ക് നോക്കി. പക്ഷേ ചുറ്റിലിരുന്നവരുടെ കണ്ണുകൾ മിഴിയുന്നതും വാവെന്ന് പറയുന്നതും കേട്ടപ്പോൾ ആണ് ധൃതിയിൽ അവളും തന്റെ മുന്നിലവനെ നോക്കിയത്. മുട്ടുകുത്തി ഒരു മോതിരത്തിൽ ബോക്സും പിടിച്ചു നിൽക്കുന്നവൻ. കണ്ണുകളിൽ മുഴുവൻ തന്നുള്ള പ്രണയം മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ഉയർന്നു കേൾക്കുന്ന ആ പാട്ടിന്റെ വരികൾ പോലും അവൻ അവളോട് പറയുന്നതാണെന്ന് തോന്നി അവൾക്ക്. ആ വരികൾ മൊത്തം അവളോടുള്ള അവന്റെ സ്നേഹവും ആണെന്ന് തോന്നിപ്പോയി. ആ വരികളിൽ മനസ്സ് കുടുങ്ങിയതുപോലെ തോന്നി അവൾക്ക്. എന്നും തന്നെ സന്തോഷിപ്പിക്കുന്നവൻ, തന്നെ സംരക്ഷിക്കുന്നവൻ, അതെല്ലാം ഉപരി നല്ലൊരു സുഹൃത്ത്, എല്ലാം കൊണ്ടും അവളവന് ഏറ്റവും മികച്ചു തന്നെയാണെന്ന് അവൾക്കറിയാമെങ്കിലും ആഷി ത്രിവിധ് അവന്റെ ചേട്ടനായത് കൊണ്ട് മാത്രമാണ് താൻ അവളിൽ നിന്നും അകലുന്നു എന്ന് തോന്നൽ അവളിൽ ഉയർന്നു. വിൽ യു മാരി മീ ഡോൾ? കണ്ണുകളിൽ അത്രയും പ്രതീക്ഷ നിറച്ചവൻ അത് ചോദിക്കുമ്പോൾ ഇത്രയും സില്ലിയായ ഒരു റീസൺ വേണ്ടി എങ്ങനെ അവൾക്ക് അവനെ തള്ളിക്കളയാനാകും? ഇനി വേണ്ടെന്ന് വെച്ചാൽ തന്നെ ഇന്നവന്റെ പിറന്നാൾ ദിവസമായിട്ട് കൂടെ ചുറ്റും അവന്റെ ഫ്രണ്ട്സും. നവോദിക്ക് യെസ് പറയുക അല്ലാതെ മറുത്തൊന്നും പറയാനുള്ള ഒരു ഓപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ വായിൽ നിന്നും സമ്മതമാണെന്ന് കേട്ടതും അവന്റെ കണ്ണുകൾ സന്തോഷത്തിൽ നിറയുന്നതെന്ന് കാണേ. തന്റെ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് അവൾ മനസ്സ് ഉറച്ചു വിശ്വസിച്ചു. ഇതിൽ പരം സ്നേഹിക്കുന്ന ആളിൽ നിന്നും മറ്റെന്താണ് ഒരു പങ്കാളി ആഗ്രഹിക്കുക? കേവലം ഒരു സ്വപ്നത്തിനു വേണ്ടി വിധുവിനെ പോലെ നല്ലൊരു പാർട്ട്ണറിനെ തള്ളിക്കളയാതിരുന്നതിന് അവൾക്ക് അവളോട് തന്നെ ഒരു ബഹുമാനം തോന്നിപ്പോയി. പിന്നീട് എല്ലാവരും തങ്ങളെ ആശംസ കൊണ്ട് മൂടുവായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോരുന്ന വഴിയിൽ ഉടനീളം ഒരു സുന്ദര സ്വപ്നം, ഒരു മൗനം രണ്ടുപേർക്കുമിടയിൽ താങ്ങി നിന്നിരുന്നു. എന്നാൽ ആ മൗനത്തെയും രണ്ടുപേരും അത്രയധികം ആസ്വദിച്ചു. എന്തോ പഴയതുപോലെ മിണ്ടിത്തുടങ്ങാൻ ഒരു പ്രയാസമുള്ളതുപോലെ. ഇറങ്ങുന്നില്ലേ? കാർ അപ്പാർട്ട്മെന്റിൽ പോർച്ചിൽ വന്ന് എത്തിയതും ആ സുന്ദരമായ മൗനത്തെ വേദിക്കാൻ എന്നോണം നവോദയ ചോദിച്ചു. വരണോ? നവോദയുടെ കണ്ണുകളിലേക്ക് അത്രയധികം പ്രണയത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും ഉത്തരം പറയാൻ ആവാതെ അവളുടെ മിഴികൾ കിടന്ന് പിടയുന്നു കണ്ടപ്പോൾ
അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് വേണ്ടി മാത്രം. കാർ പാർക്ക് ചെയ്ത് തനിക്ക് പിന്നാലെ വരുന്നവനറിയെ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. പലവട്ടം ഈ ഫ്ലാറ്റിൽ വന്ന് കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ലല്ലോ ഇപ്പൊ അവനുമായി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ഞാൻ കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നവോദി അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ അതിപ്പോഴത്തെ ഈ പരിഭ്രമം മറക്കാനുള്ള അവളുടെ പോക്കാണെന്ന് മനസ്സിലായതും അവനൊരു കള്ളച്ചിരിയോടെ സോഫയിലേക്ക് ഇരുന്നിരുന്നു. കോഫി ഉണ്ടാക്കാനായി പാത്രമെടുത്ത് അതിലേക്ക് പാൽ തിളപ്പിക്കാനായി ഒഴിച്ച് സ്റ്റൗവ് ഓൺ ചെയ്ത് പാൽ തിളയ്ക്കുന്നതിനൊപ്പം അവളുടെ മനസ്സ് തിളക്കുന്നുണ്ടായിരുന്നു. തോന്നിപ്പോയി അവൾക്ക്, അപ്പക്കും അമ്മക്കും ഇതിഷ്ടമാവുമോ? വീട്ടിലറിഞ്ഞാൽ അവരെതിർക്കുമോ? തന്നോടുള്ള വിശ്വാസം ഒന്നുകൊണ്ടാവില്ലേ ഇത്ര ദൂരേക്കൊക്കെ പറഞ്ഞു വിട്ടത് പഠിപ്പിച്ചതുമൊക്കെ? മനസ്സിനുള്ളിൽ 1000 ചിന്തകൾ സ്ഥാനം പിടിച്ചു. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി തെളിഞ്ഞു നിന്നിരുന്ന അശ്വതിന്റെ മുഖം അവൾ വല്ലാതെ ഒരു അസ്വസ്ഥത നിറച്ചു. എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആകെ ഒരു വിമ്മിഷ്ടം അവളെ വന്ന് പൊതിയുന്ന പോയി. പെട്ടെന്ന് തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. കുറെ നേരമായിട്ടും അവളെ കാണാതെ വന്നപ്പോൾ ആണ് അവൻ അടുക്കളയിലേക്ക് വന്നത്. വന്നപ്പോൾ കാണുന്നത് തിളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പാലും ഏതോ ലോകത്തെ പോലെ നിൽക്കുന്ന നവോദയമാണ്. അവൾ അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ അവളെ പിടിച്ചു മാറ്റി നിർത്തി സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രത്തിൽ മിച്ചം വന്ന പാൽ ഒരു ഗ്ലാസ്സിൽ പകർത്തി ആ പാത്രം സിങ്കിലിട്ടു. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ട് അവൾക്ക് നേരെ നീട്ടി. അവളൊരു ചമ്മലോടെ അവനിൽ നിന്നും അത് വാങ്ങി. വിധുവേട്ടന് വേണ്ടേ എന്നവൾ ചോദിച്ചതും നീ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിളച്ചുപോയി പാൽ അവൻ തൃപ്തിയാക്കി. ഇപ്പോ ഈ കുഞ്ഞിത്തലയിൽ ഓടുന്ന വീട്ടുകാരെ കുറിച്ച് ഓർത്തല്ലേ അവരെന്താ വിചാരിക്ക? അപ്പാക്കിഷ്ടാവോ അമ്മക്കിഷ്ടാവോ ഇതൊക്കെയല്ലേ? വൃത്തിയാക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചത് തന്റെ മനസ്സിലാക്കിയ പറയുന്നവനെ അവൾ മിഴിഞ്ഞ കണ്ണോട് നോക്കി. പ്രതികരണമൊന്നുമില്ലാതെ ഒന്ന് നോക്കി നിൽക്കുന്നവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ലേ എന്ന് ഒന്നുകൂടി കണിപ്പിച്ച് ചോദിച്ചതും അതേ എന്നവൾ തലയാട്ടിയിരുന്നു. അത് കണ്ടതും ഒരു ചിരിയോടെ അവൻ തുടർന്നു, അതോലിച്ച് ഈ കുഞ്ഞിത്തല പോക്കേണ്ട. എന്നോട് ചോദിക്കാതെ ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഡാഡിയും അമ്മയും പോയിട്ടുണ്ട് തന്റെ വീട്ടിലേക്ക്. തികച്ചും ഒരു ഒഫീഷ്യൽ പെണ്ണ് ചോദിക്കാൻ. പോയത് ഡാഡി ആയതുകൊണ്ട് തന്നെ നിന്റെ അപ്പാവെ കുപ്പിയിലാക്കിയേ വരൂ. ഒരു ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തി. എന്നാൽ തന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ അവൾ ആകെ അമ്പരന്നു പോയി. ഒറ്റ ദിവസം കൊണ്ട് ത്രിവിധ് ഇന്ന് തന്നിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളവൻ ആയി മാറിയത് അവൾ അതിശയത്തോടെ ആലോചിച്ചു. എന്നാലും അപ്പ എന്ത് പറയുമെന്നത് അവളുടെ ആശങ്കയിൽ നിറഞ്ഞു. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് വിധു അവളെ ആകമാനം റിഫ്രഷ് ആക്കിയിരുന്നു. ആ അതിശയവും ആശങ്കകളും എല്ലാം അവളിൽ നിന്നും അപ്പാടെ തുടച്ചു മാറ്റിയിരുന്നു. അതിശയമൊന്നും തോന്നിയില്ല അവൾക്ക്. കാരണം ഇവിടെ ജോലിക്കായി വന്ന തൊട്ട് അവൻ ഇങ്ങനെ തന്നെയാണ്. ഡോൾ, നീ ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. അതാ ഞാൻ നിന്നോട് കൂടി ആലോചിക്കാതെ പെട്ടെന്നെല്ലാം മൂവ് ഓൺ ആക്കിയത്. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് അവൾ തലയാട്ടിയതും അവൻ തുടർന്നു. എത്രയും വേഗം ഞാൻ സ്വന്തമാക്കും നിന്നെ. പിന്നെ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ എനിക്ക് അവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കുകയോ ചോദ്യം ചെയ്യലുകളെ ഭയപ്പെടുകയോ വേണ്ടല്ലോ. താൻ അന്ന് അവന്റെ സഹായം ഇതിന്റെ പേരിൽ നിരസിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. ഒരു കുഞ്ഞു ചിരിവിടർന്ന് അത് അവളിൽ. നീ എന്നെ സ്വന്തമായ പിന്നെ എന്ത് വേണം ചെയ്തോ, പഠിക്കുമെങ്കിൽ പഠിക്കാം, ഇനി ജോലിക്ക് പോകണമെങ്കിൽ അതും. പക്ഷേ എന്റെ കൂടെ ഉണ്ടാവണം, എന്റെ മാത്രമായിട്ട്, എന്റെ കൺമണിയായിട്ട്.